5ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വർഷത്തെ പുതിയ മാതൃകയുള്ള ചോദ്യപേപ്പർ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പല കുട്ടികളും കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ ലഭ്യമാണോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ എളുപ്പമുള്ള ചോദ്യപേപ്പർ ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ചോദ്യപേപ്പർ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും കഴിയും. ഓക്കെ, ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. ഖണ്ഡികാം പഠിത്വ അധോദത്ത പ്രശ്നാന ഉത്തരാണി ലിഖതു. പാരഗ്രാഫ് വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതുക. സംസ്കൃത ഭാഷ അതിപ്രാചീന ഭാഷ ഭവതി. സംസ്കൃത ഭാഷ വളരെ പഴയ ഭാഷയാണ്. ഇയം ഭാഷ അമരവാണി ഇതി നാംന പ്രസിദ്ധ. ഈ ഭാഷ അമരവാണി എന്ന പേരിൽ പ്രസിദ്ധമാണ്. സംസ്കൃത ഭാഷ സർവാസാം ഭാരതീയ ഭാഷാണം ജനനി ഭവതി. എല്ലാ ഭാരതീയ ഭാഷകളുടെയും അമ്മയാണ് സംസ്കൃത ഭാഷ. രാമായണം മഹാഭാരതം ച സംസ്കൃത ഭാഷായമേവ വിരചിതോ. രാമായണം മഹാഭാരതം എന്നിവ സംസ്കൃത ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ആദികാവ്യം ഭവതി രാമായണം. ആദികാവ്യ വാൽമീകി ഭവതി ച. അപ്പോൾ ആദികാവ്യമാണ് രാമായണം, ആദികവി എന്താണ്? വാൽമീകിയാണ്. സംസ്കൃത ഭാഷ കേന നാംന പ്രസിദ്ധ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ പാരഗ്രാഫിൽ അതേപോലത്തെ ഒരു വരി ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. നോക്കൂ, കേന നാംന പ്രസിദ്ധ ഇയം ഭാഷ അമരവാണി ഇതി നാംന പ്രസിദ്ധ. അപ്പോൾ അമരവാണി എന്നുള്ളതാണ് ഉത്തരം. നിങ്ങൾക്ക് അത് എടുത്തെഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വരി മൊത്തത്തിൽ എഴുതിയാലും നമുക്ക് മാർക്ക് ലഭിക്കും. സർവാസാം ഭാഷാണം ജനനീക. പറഞ്ഞോളൂ. സംസ്കൃത ഭാഷ സർവാസാം ഭാഷാണം ജനനി ഭവതി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ സംസ്കൃത ഭാഷ എന്നുള്ളതാണ് ഉത്തരം. ആദികാവ്യം കിം? ആദികാവ്യം ഭവതി രാമായണം. രാമായണം എഴുതുക. ആദികവി കഹ? വാൽമീകി. അതെഴുതുക. ഖണ്ഡികായാ ഉചിതം ശീർഷകം ലിഖതോ. ഇതിനെന്ത് കൊടുക്കുക? ഉചിതമായൊരു ശീർഷകം കൊടുക്കുക. അപ്പോൾ എന്ത് കൊടുക്കാം നമുക്ക്? സംസ്കൃത ഭാഷ എന്ന് കൊടുക്കാം, അമരവാണി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഭാരതീയ ഭാഷാണ് ജനനി എന്ന് കൊടുക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ കൊടുക്കാം. നാമങ്ങൾ യോജിപ്പിച്ചോളൂ. ജംബൂകഹ ആൾറെഡി യോജിപ്പിച്ചിട്ടുണ്ട്. മയൂരഹ ഏതാണ്? ഇതാണ്. മാർജാരഹ ഇവിടെ സിംഹ. സത്യം ശിവം സുന്ദരം എന്തിൻ്റെയാണ്? ഇതിൻ്റെയാണ്. യഥോ ധർമ്മസ്തോ ജയ അവിടെ ഇല്ല. ബഹുജനഹിതായ ബഹുജന സുഖായ ഇവിടെ വന്നിട്ടുണ്ട്. സത്യമേവ ജയതേ ഇവിടെ. ഇതേ തന്നെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രം ദൃഷ്ട ഉചിതം പദം കോഷ്ടകാത് സ്വീകൃത്യ ലിഖതു. ചിത്രം എടുത്തെഴുതാനാണ്, ചിത്രത്തിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കണം. അപ്പം നോക്കൂ, ഗായതി. ഇതിലാരാണ് പാട്ട് പാടുന്ന ആള്? കേക്കി കാക്കഹ സിംഹ ശശകഹ പികഹ ഗായതി അവിടെ ആൾറെഡി വന്നിട്ടുണ്ട്. നൃത്യതി. ഇതിൽ നൃത്യതി, നൃത്തം ചെയ്യുന്ന ആരാണ്? കേക്കി നൃത്യതി. അടുത്ത് കാക്കഹ നീടം രചയതി. ആയുധ പാടാണ് കേട്ടോ. സിംഹ ഗുഹായാം എന്താണ്? നിവസതി, താമസിക്കുന്നു. ശശകഹ ധാവതി. ഈ രീതിയിൽ അവിടെ ഉത്തരങ്ങൾ എഴുതാം. ഭോജനാനന്തരം. നോക്കൂ, ഭോജനസ്യ അനന്തരം എന്നുള്ളതിന് ഒറ്റ വാക്കാണ് ഭോജനാനന്തരം. അപ്പോൾ സ്നാനാനന്തരം എന്താ വരിക? സ്നാനസ്യ അനന്തരം. അവിടെ 5 മാർക്ക്. ഈ രീതിയിലുള്ള ചോദ്യപേപ്പർ അല്ല നിങ്ങൾക്കിപ്പോൾ വരുന്നത്, പക്ഷേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തരുന്നത്. അടുത്ത് നോക്കൂ, കോഷ്ടകാത് ഉചിത പദാനി സ്വീകൃത്യ ചിത്രസ്യ അധഃ ലിഖതു. മല്ലിക. ഇവിടെ മല്ലിക ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൂര്യകാന്തി ഏതാണ്? ഇവിടെ വരച്ചിട്ടുണ്ട്. ജപാകുസുമം ചെമ്പരത്തിയാണ്. പാഠലം റോസ് അത് വരച്ചെഴുതുന്നു. കരൗ ഹസ്തൗ അതേ അർത്ഥം വരുന്ന വാക്ക്. അപ്പോൾ ബഹവഹ ധാരാളം എന്ന അർത്ഥത്തിൽ എന്താ വരിക? അനേകേ. അന്നം ഭക്ഷണം. 5ാമത്തെ പ്രവർത്തനം നോക്കൂ. ആചാരോപചാര ശബ്ദങ്ങളാണല്ലേ. ധന്യവാദ, താങ്ക്സ് പറഞ്ഞു. ഇതെന്താ വരിക? സുപ്രഭാതം എന്നുള്ളത് ഏതാ വരിക? ചിത്രം പറയൂ. നമസ്തേ എന്നുള്ളത് ഏതിലാ വരിക? ഇതാ. പുനർമിലാവ വീണ്ടും കാണാം. ചിത്രം യോജിപ്പിക്കുന്നു. വാതഹ വാതി ശാഖാ കമ്പന്തി. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള യഥാ അധ്യാപക ആഗച്ഛതി ഛാത്രാഹ ഉത്തിഷ്ഠന്തി. യഥാ അധ്യാപക ആഗച്ഛതി തഥാ ഛാത്രാഹ ഉത്തിഷ്ഠന്തി. നമ്മൾ വാക്യങ്ങൾ കൂട്ടി യോജിപ്പിച്ചാണ്. അപ്പോൾ യഥാ വാതഹ വാതി തഥാ ശാഖാഹ കമ്പന്തി. വദതി വദതു, പഠതി പഠതു. എളുപ്പമാണല്ലേ. ഇതിൽ ആൾക്കാരെ തിരിച്ചറിഞ്ഞോളൂ. മഹാത്മാഗാന്ധി ആരാണ്? മദർ തെരേസ, BR അംബേദ്കർ, നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇങ്ങോട്ടെത്തി. ഛാത്ര ഹേ ഛാത്ര. ബാലഹ അപ്പം എന്ത് വരും? ഹേ ബാല. വളരെ എളുപ്പമുള്ള ചോദ്യപേപ്പറാണ്, എങ്കിലും കുറേ ആളുകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഈ മോഡലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ല നിങ്ങൾക്കിപ്പോൾ വരുന്നത്. മോഡൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതൊരു
ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്, വേറെ എന്തൊക്കെ വരാം എങ്ങനെയൊക്കെ വരാം എന്നുള്ളൊരു ഒരു പരിചയപ്പെടൽ മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പുനർമിലാമ.